കേരളത്തിൻ്റെ ക്ഷീരോത്പാദന മേഖല വളർച്ചയിലേക്ക് കുതിക്കുകയാണെങ്കിലും ഇന്നും സ്വയം പര്യാപ്തത നേടാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും മറുനാടിനെ പല തലത്തിലും ആശ്രയിക്കേണ്ടി വരുന്ന സംസ്ഥാന ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധികളും ഒട്ടും കുറവല്ല. നമ്മുടെ സംസ്ഥാനത്ത് പശുപരിപാലനം എന്നത് കേവലം ഒരു ജീവനോപാധി എന്നതിലുപരി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. 100-ലധികം കറവ പശുക്കളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നവർ വരെ ഈ ഗണത്തിൽപ്പെടുന്നു. വർഷങ്ങളോളം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് തിരിച്ചു നാട്ടിലെത്തിയ ശേഷം പശു വളർത്തൽ രംഗത്തെത്തുന്നത് യാദൃച്ഛികതയല്ല. എങ്കിലും കിട്ടാവുന്നത്ര സാങ്കേതികതയും ശാസ്ത്രീയതയും സമന്വയിപ്പിച്ച് പശു വളർത്തൽ വലിയ വരുമാനമാക്കി മാറ്റുകയാണ് തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലനഗർ ഉരകത്തു വീട്ടിലെ സന്തോഷ്. ആ കഥയാണ് ഇന്ന് കൃഷിദർശൻ പറയുന്നത്. പശുക്കളെ വളർത്തി മികച്ച വരുമാനം ലക്ഷ്യമിടാൻ ഹൈടെക് രീതി ഒഴിവാക്കി ലളിതവും ആരോഗ്യകരവുമായ സാഹചര്യം ഉറപ്പാക്കുകയാണ് സന്തോഷ് ആദ്യം ചെയ്തത്. ഷീറ്റ് പാകിയ മേൽക്കൂരയും യഥേഷ്ടം വായുവും വെളിച്ചവും കയറാനുള്ള തുറസായ തൊഴുത്തിൽ 7 പശുക്കളെയും 2 കിടാങ്ങളെയുമാണ് പരിപാലിക്കുന്നത്. വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനായി പ്രഷർ പമ്പ് ഉപയോഗിച്ചാണ് സന്തോഷ് തൊഴുത്ത് വൃത്തിയാക്കലും പശുക്കളെ കുളിപ്പിക്കലും. ഇത് ഉരുക്കളുടെ ക്ഷേമത്തിനും ഫാമിന്റെ ലാഭത്തിനും നിർണായകമാണ്. ഫാമിലേക്ക് വരാൻ കാരണം ഞാൻ ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു 17 വർഷം. അത് കഴിഞ്ഞിട്ട് കൊറോണ സമയത്ത് നാട്ടിലെത്തി. അപ്പോൾ അന്ന് ജോലിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു പശുവിനെ മേടിച്ചു. ഒരു പോകാൻ സമയത്ത് വിട്ടിട്ട് പോകാം എന്നുള്ള ഇതിൽ ഒരെണ്ണം മേടിച്ചു. മേടിച്ചിട്ട് സ്വന്തമായിട്ട് കറവ പഠിച്ചു, പാല് സെയിൽ തുടങ്ങി. അങ്ങനെയായി 6 മാസം നോക്കി. അപ്പോൾ പിന്നെ തിരിച്ച് പോകാൻ പറ്റിയില്ല, കൊറോണ അതിരൂക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2-3 പശുവിനെ മേടിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ജീവിച്ച് പോകാം എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് ഈ ഫാമിൻ്റെ മേഖലയിലേക്ക് കടന്നത്. എനിക്ക് ഫാം ഉണ്ടായിരുന്നു, 10-40 പശുവും 2-3 ജോലിക്കാരൊക്കെ ആയിട്ട് ഫാം ഉണ്ടായിരുന്നു. അതിവിടെ എല്ലാം അങ്ങ് വേറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് റെൻ്റായിരുന്നു. റെൻ്റ് പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് അത് മതിയാക്കിയത്. ഇനി അടുത്തൊരു 2 വർഷത്തിനകത്ത് എന്തായാലും ഉടനെ ഒരു ഫാം ഓപ്പൺ ചെയ്യും. പശുക്കളുടെ പരിപാലന മുറകളിൽ സന്തോഷിന്റെ ഭാര്യയും സ്കൂൾ അധ്യാപികയുമായ രേവതിയുടെ സഹായവുമുണ്ട്. ശുചിയാക്കിയ തൊഴുത്തിലേക്ക് കിടാങ്ങളെ വിട്ട് ആവശ്യത്തിന് പാല് കുടിക്കാൻ അനുവദിക്കുന്നു. കൈക്കറവ ആരംഭിക്കുന്നതിന് മുൻപ് സന്തോഷ് തൻ്റെ കൈകൾ നന്നായി കഴുകുന്നതിന് ശേഷമേ പശുക്കളുടെ അകിട് കറക്കാറുള്ളൂ. മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഊന്നൽ നൽകേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണത്തിനാണ്. ഇതിൽ പാൽ ഒരു പ്രധാന ഘടകമാണ്. ശുദ്ധമായ പാൽ ലഭിക്കുവാൻ ക്ഷീരകർഷകരും കറവക്കാരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിഷൻ വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കാമ്പ് മൊത്തം ക്ലീൻ ചെയ്യും.
നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ ചുരുത്തിച്ചതിന് ശേഷം മാത്രമാണ് മെഷീൻ വയ്ക്കുന്നത്. ഇത് പ്രസവിച്ചിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പം നിലവിൽ രാവിലെ 10 ലിറ്റർ പാലും ഉച്ചയ്ക്ക് 7 ലിറ്റർ പാലുമാണ് കിട്ടുന്നത്. ഇത് HF ജേഴ്സി ക്രോസാണ്. ആദ്യത്തെ പ്രസവമാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ കുട്ടിയെ വളർത്തി എടുത്ത പശുവാണ്. പിന്നെ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഒരു 7 മിനിറ്റ് കൊണ്ട് പശുവിൻ്റെ കറവ കഴിയും. നമ്മൾ കൈ കൊണ്ട് കറക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റോളം എടുക്കും. ഈ കറന്നെടുത്തതിന് ശേഷം കൈ കൊണ്ട് നമ്മളൊരു 200 മില്ലി പാല് അടുപ്പിച്ച് കാണും. അത് കറന്നെടുക്കണം, ഇല്ലെങ്കിൽ അകിട് വീക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കൈ കൊണ്ട് കറന്നെടുക്കുന്നത്. പിന്നെ കുട്ടിയെ വിടത്തില്ല, കുട്ടിക്ക് ഫീഡിംഗ് ബോട്ടിലാണ് പാല് കൊടുക്കുന്നത്. കൈക്കറവക്കാരുടെ കാലമൊക്കെ പോയി. ഇന്ന് കൃത്യമായി പശുവിനെ കറന്ന് പാലെടുക്കാൻ അറിയുന്നവർ ചുരുക്കമാണ്. പണ്ട് വീടുകളിലുള്ള 1-2 പശുക്കളെ കറന്നെടുക്കാൻ അമ്മയോ അച്ഛനോ ഉണ്ടെങ്കിൽ അവരാകും മിക്കവാറും കറക്കുക. ഫാമിൻ്റെ പരിപാടി തുടങ്ങുന്നത് രാത്രി 1:30 മണിക്ക് ഞാൻ എണീക്കും. അരമണിക്കൂർ എൻ്റെ ദിനചര്യകൾ. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ഫാമിലേക്ക് ഇറങ്ങി ആദ്യമായി ചാണകം കോരി എല്ലാം മാറ്റിയതിന് ശേഷം പ്രഷർ വാഷർ വെച്ചാണ് കുളിപ്പിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് എല്ലാം കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കിയതിന് ശേഷം കറവ തുടങ്ങും. കറവ തുടങ്ങിയതിന് ശേഷം 4:30 ആകുമ്പോൾ കറവ കഴിയും. 4:30ക്ക് ശേഷം അതിനുള്ള വെള്ളവും പിണ്ണാക്കെല്ലാം കൂടെ കൊടുത്തതിന് ശേഷം പാല് പാക്കിംഗ് തുടങ്ങും. പാല് പാക്കിംഗ് തുടങ്ങി വീടുകളിലേക്ക് പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 65 രൂപ വെച്ചാണ് 1 ലിറ്റർ പാലിന് കൊടുക്കുന്നത്. അത് ഒരു 6 മണിയാകുമ്പോൾ അത് കഴിയും. ഈ 6 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അതേ കണക്ക് തന്നെ 11 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തൊഴുത്ത് വൃത്തിയാക്കി 12:30 മണിയാകുമ്പോൾ കറവ തുടങ്ങും. അത് 1:30 മണിയാകുമ്പോൾ കറവ കഴിയും. അതിനുശേഷം വെള്ളം കൊടുത്തതിന് ശേഷം 2:30 ആകുമ്പോൾ സൊസൈറ്റിയിൽ പാലും കൊണ്ടുപോയി തിരിച്ചു വരും. 6 മണിയാകുമ്പോൾ എൻ്റെ ഫാമിൻ്റെ പരിപാടി മൊത്തം കഴിയും. കൈക്കറവയ്ക്കൊപ്പം മെഷീൻ ഉപയോഗിച്ചും കറക്കാറുണ്ട്. ശാസ്ത്രീയ കറവ രീതി അവലംബിച്ചാൽ ശുദ്ധമായ പാൽ ലഭിക്കും. എന്നു മാത്രമല്ല, അത് കൂടുതൽ അളവിലും കിട്ടും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാമുകളിൽ കറക്കുവാൻ ഉപയോഗപ്പെടുത്താവുന്ന രീതിയാണ് കറവയന്ത്രം ഉപയോഗിച്ചുള്ള കറവ രീതി. മുടക്കുമുതൽ കൂടുമെന്നതിനാൽ കുറച്ചു പശുക്കളെ വളർത്തി ജീവിക്കുന്നവർക്ക് ഇത് പ്രായോഗികമല്ല. കറവയന്ത്രത്തെക്കുറിച്ച് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. യന്ത്രം ഉപയോഗിച്ച് അകടിലെ പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പാൽ തീർന്നോ എന്ന് യന്ത്രത്തിനറിയുമോ, അതോ ചോര വരുന്നതുവരെ യന്ത്രം വലിക്കൽ തുടരുമോ എന്നൊക്കെയാണ് സംശയങ്ങൾ. എന്നാൽ ഒരു കന്നുകുട്ടി അകടിൽ നിന്നും പാൽ കുടിക്കുന്ന അതേ തത്വം തന്നെയാണ് കറവയന്ത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കറവയന്ത്രം അകിടിനും മുലക്കാമ്പിനും യാതൊരുവിധ തകരാറുകളും ഉണ്ടാക്കുന്നില്ല. ഈ ഒരു തീറ്റയാണ് നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത്. 2 നേരമായിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ അതായത് കൃത്രിമമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിൽ ചേരുന്നില്ല. ഏകദേശം 18 ഐറ്റങ്ങൾ, അതായത് ഗോതമ്പ് മാവ്, ചോളത്തവിട്, ഉഴുന്ന് പൊടി, പിന്നെ കടലപ്പിണ്ണാക്ക്, കാൽസ്യത്തിൻ്റെ ജെല്ല്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 18ഓളം കാര്യങ്ങൾ ചേർത്ത് നമ്മൾ പല സമയങ്ങളിലായി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഉള്ള പ്രധാന ഒരു ഉപയോഗമെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകം എപ്പോഴും നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ നമ്മുടെ KS മുതലായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവാറില്ല. പിന്നെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ വയറിന്, ഈ പശുക്കളുടെ വയറിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈ തീറ്റ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മളിത് മനസ്സിലാക്കിയത്തോളം കാലം ഇതിന് പശുവിൻ്റെ സുഖപ്രസവത്തിനും എല്ലാം ഈ തീറ്റ വളരെ ഉപയോഗപ്രദമാണ്. നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല. ഈ തീറ്റ വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഡോക്ടറെ വിളിക്കുന്നതിലൊരു കുറവും വന്നിട്ടുണ്ട്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു തീറ്റയുടെ ഒരു മിശ്രിതമാണ് ഇത്. ഫാക്ടറി തീറ്റ ഉപയോഗിക്കാറില്ല. പകരം പിണ്ണാക്ക്, തവിട്, ധാന്യപ്പൊടി തുടങ്ങിയവ ചേർത്ത് സ്വയം ഉണ്ടാക്കുന്ന തീറ്റയാണ് നൽകുന്നത്. ഇതിലൂടെ ചെലവ് കുറയ്ക്കാനും തീറ്റയുടെ ഗുണമേന്മ കൂട്ടാനുമാകുന്നു.
തൊഴുത്തും പുൽത്തൊട്ടിയും ശുചിയാക്കിയ ശേഷമാണ് ഓരോ തവണയും പശുക്കൾക്ക് ആഹാരം നൽകുക. പശുക്കളുടെ പൂർണ്ണമായ ആരോഗ്യ സുരക്ഷയാണ് ഇതിലൂടെ സന്തോഷ് കൈക്കൊള്ളുന്നത്. ഇവിടെ രോഗബാധ തീരെ കുറവാണ്. ശരിയായ തീറ്റക്രമം തന്നെയാണ് അതിന് കാരണം. നമ്മളിപ്പോൾ ഇവിടെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഈ തീറ്റ കൊടുക്കുന്നതൊക്കെ കൊണ്ട് തന്നെ അസുഖങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് വരാറില്ല. പിന്നെ ഈ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാലാവസ്ഥയുടെ ഒരു പ്രതികൂലം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഈ പശു കറവ സമയത്ത് ചുരുത്താതെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പാല് കെട്ടി നിന്ന് ചിലപ്പോൾ അകിട് വീക്കം ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറ്റാർ വാഴയും പിന്നെ ചങ്ങലം പുരണ്ട അതും പച്ച മഞ്ഞളും കൂടി അരച്ച് നമ്മൾ ഒരു നേരം പുരട്ടി കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം അത് പിന്നെ ക്ലിയറാണ്. പിന്നെ വേറെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും അങ്ങനെ വലുതായിട്ട് വരാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മൃഗാശുപത്രി ഉണ്ട്, അവിടുത്തെ ഡോക്ടറെ നമ്മൾ സമീപിക്കുകയാണ് ചെയ്യുന്നത്. കന്നുകാലി മാറ്റുകൾ അല്ലെങ്കിൽ ഡയറി മാറ്റുകൾ എന്നും അറിയപ്പെടുന്ന കൗ മാറ്റുകൾ പശുക്കൾക്ക് നിൽക്കാനും കിടക്കാനും സുഖകരമായതും കുളമ്പിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. തൊഴുത്തിലെ ചാണകം അപ്പോൾ തന്നെ കോരി മാറ്റിയും പശുക്കളുടെ മൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവും ബയോഗ്യാസ് പ്ലാന്റിൽ എത്തിച്ചും പരിസര മലിനീകരണം ഒഴിവാക്കുന്നു. വിദ്യാർത്ഥിയായ മകൻ സമയം കിട്ടുമ്പോഴൊക്കെ പശുപരിപാലനത്തിൽ സഹായിക്കാൻ എത്താറുണ്ട്. ഈ കൊറോണ സമയത്താണ് നമ്മളിതുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ പശുവിനെ കുളിപ്പിക്കുന്നതിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾ തീറ്റ കൊടുക്കുന്നതും എല്ലാം ഞാനും കൂടി സഹായിക്കും. മോനും കൂടി അതിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂള് തുറക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ രാവിലെ 1:30 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ പരിപാടികൾ തൊഴുത്തിലെ പരിപാടികളെല്ലാം തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഈ സ്കൂളിൽ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാനും കൂടിയൊക്കെ എണീറ്റ് ചാണകമൊക്കെ നീക്കുന്നതിനും പശുവിനെ കുളിപ്പിക്കുന്നതിനൊക്കെ ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് കൊച്ചു കുട്ടികളുണ്ട്. ആ സമയത്ത് ചേട്ടൻ ഈ വലിയ പശുക്കളെയൊക്കെ കുളിപ്പിച്ച് അതിനെയൊക്കെ കറക്കുന്ന സമയത്ത് ഈ കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് അതിനുള്ള തീറ്റകളൊക്കെ റെഡിയാക്കും. അപ്പോൾ ജോലിയെല്ലാം കുറച്ചുകൂടെ എളുപ്പത്തിനാവും. പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് താഴെ കുറച്ച് പുല്ലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിയെടുക്കാനായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കറവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മിഷ്യനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം പറ്റുന്നിടത്തോളം സമയം ഇതോടൊപ്പം ചെലവഴിക്കാനാണ് ആഗ്രഹവും ഇഷ്ടവുമാണ്. ഉച്ചയ്ക്ക് ശേഷവും കറവയുണ്ട്. കറവയ്ക്ക് ശേഷം വൈക്കോലും ശുദ്ധജലവുമാണ് പശുക്കൾക്ക് നൽകുക. സ്വന്തമായി നെൽകൃഷി ഇല്ലാത്തതിനാൽ ഉണക്ക കച്ചിക്കായി തമിഴ്നാടിനെയാണ് സന്തോഷ് ആശ്രയിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും പാല് കറന്ന് സൊസൈറ്റി കൊണ്ട് കൊടുത്തതിന് ശേഷം പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ലിക്വിഡ് ഇട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അത് മെയിനായിട്ട് അണുബാധ ഉണ്ടാകാതിരിക്കാനും പാലിന് കേടുപാട് സംഭവിക്കാതിരിക്കാനും സ്മെല്ലുണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പാത്രങ്ങൾ കഴുകുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിലും പാലരിക്കുന്ന അരിപ്പും ഈ ലിക്വിഡിട്ടും ബ്രഷ് ഇട്ടുമാണ് ഉപയോഗിച്ചാണ് കഴുകുന്നത്. ഇത് കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിലാണ്. അതായത് ഒരു 3 മാസം പ്രായം വരെ കുട്ടികൾക്ക് ഈ ഫീഡിംഗ് ബോട്ടിലിൽ നമ്മൾ മിക്സഡ് പാലാണ് കൊടുക്കുന്നത്. കറവ പാത്രങ്ങളും ക്യാനും നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അതുപോലെ പാലരിക്കുന്ന അരിപ്പ, കന്നുകുട്ടികൾക്കുള്ള ഫീഡർ ബോട്ടിൽ ഇവയൊക്കെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ശുചിയാക്കുന്നതിൽ സന്തോഷ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഫാം ലാഭകരമാണ്, പക്ഷേ നമ്മൾ അത് സ്വന്തമായിട്ട് എല്ലാം നോക്കി ചെയ്യണം. പിന്നെ ജോലിക്കാരെ വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 10-40 പശുവൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫാം നമ്മൾ പുറത്ത് സെയിൽ ചെയ്യണം. അല്ലാതെ സൊസൈറ്റിയിൽ കൊടുത്തിട്ട് നമുക്ക് ലാഭകരമാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. ഞാനിപ്പോൾ പാല് പുറത്താണ് കൊടുക്കുന്നത്. 65 രൂപ വെച്ചാണ് 1 ലിറ്ററിന് കൊടുക്കുന്നത്. അത് പാക്കറ്റാക്കി വീടുകളിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഈ പശു ലാഭകരമാണ്. പക്ഷേ നമ്മുടെ വേറെ എനിക്കിപ്പോൾ 6 പശുവുണ്ട്. ഈ 6 പശുവിന് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പൈസ മൊത്തവും ആ ജോലിക്കാരന് കൊടുക്കാനേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലാഭകരമാണ്.
2 നേരമായി കിട്ടുന്ന പാലിൽ പകുതിയോളം കല്ലയം ക്ഷീരസഹകരണ സൊസൈറ്റിയിലും ബാക്കി പാൽ 1/2 ലിറ്റർ 1 ലിറ്റർ പാക്കറ്റുകളിലാക്കി സമീപത്തുള്ള കടകളിലും വീടുകളിലുമായി വിൽപ്പന നടത്തുകയാണ് പതിവ്. കാലിത്തീറ്റയുടെ വിലക്കയറ്റം മുതൽ ന്യായവില കിട്ടാത്തതുവരെയുള്ള പല പ്രശ്നങ്ങൾ ക്ഷീരകർഷകരെ അലട്ടുന്നുണ്ട്. പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ആദായം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പോംവഴിയെന്ന് സന്തോഷിനറിയാം. ആദ്യമായിട്ട് ഒരാൾ ഫാം തുടങ്ങുകയാണെങ്കിൽ ആദ്യം പശുവിനെ പറ്റി കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കറവ അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പാല് പുറത്ത് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ ഫാം വിജയകരമായി കൊണ്ടുപോകാം. കൂടാതെ പശുവിനെ മേടിച്ചിട്ടിട്ട് വെളിയിലുള്ള ഒരാളിനെ വിളിച്ച് നിർത്തി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാം നഷ്ടത്തിലേക്കേ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് സ്വയം മനസ്സ് ഉണ്ടായിരിക്കണം. ഈ പശു വളർത്തണം. ചാണകം ദേഹത്താവും, മൂത്രം ദേഹത്താവും. ചില സമയങ്ങളിൽ കുളിക്കാൻ പറ്റാതെയൊക്കെ പുറത്ത് പോകേണ്ടി വരുമ്പോഴത്തേക്ക് ചാണകം നാർന്നു എന്ന് പറയും. അതൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഫാം തുടങ്ങാൻ പാടുള്ളൂ. എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാം വിജയകരം തന്നെയാണ്. പശു വളർത്തൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായി പുൽകൃഷി സൗകര്യം ഒരുക്കിയിട്ട് വേണം ഫാം തുടങ്ങാൻ. പുല്ലിന്റെ ലഭ്യതയ്ക്കായി CO3യും സൂപ്പർ നേപ്പിയർ ഇനത്തിലുള്ള പുല്ലുമാണ് സന്തോഷ് കൃഷി ചെയ്യുന്നത്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ സന്തോഷ് ജീവിതം ആസ്വാദ്യകരമാക്കി മാറ്റാൻ മറ്റു കുറുക്കുവഴികൾ തേടിയില്ല. അവിടെയും അധ്വാനം തന്നെയാണ് സന്തോഷ് പ്രയോജനപ്പെടുത്തിയത്. അറിവും ശാസ്ത്രവും സാങ്കേതികതയും സമന്വയിപ്പിച്ച് വിജയത്തിൻ്റെ കൊടി നാട്ടിലാകെ ഉയർത്തിയിരിക്കുന്നു സന്തോഷും ഭാര്യയും. നമുക്ക് നേരാം ഭാവുകങ്ങൾ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.